ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതേ പരസ്യം കണ്ട് അന്തം വിട്ട് നിൽക്കുക നമ്മുടെ ദേവയാനിയൊക്കെ. അപ്പോൾ ദേവയാനി വന്ന് അത് ആദർശനോട് പറയുകയും ചെയ്തു. എന്തൊരു പരസ്യമാടാ ജ്വല്ലറിക്കാർ ചെയ്തുകൊണ്ടിരിക്കണേ. സ്വർണത്തിന് ഇത്രയും വിലയൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് പണിക്കൂലി പോലും സൗജന്യമാണ്. ഇതെന്താടാ ഇത്? പിന്നെ ആൾക്കാർ അങ്ങോട്ട് ഇടിച്ചു കയറുന്നതിൽ നിനക്ക് അത്ഭുതം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം നമുക്കൊരു പരാജയം ഉണ്ടാകും അമ്മേ. പക്ഷേ ആ പരാജയത്തിൽ നിന്ന് നമ്മൾ കുതിച്ചുയരുക തന്നെ ചെയ്യും. പിന്നെ എൻ്റെ അന്വേഷണത്തെ പറ്റിയും എൻ്റെ മനസ്സിലുള്ള കാര്യത്തെപ്പറ്റിയും വീട്ടിലൊരു ചർച്ചയൊന്നും ഉണ്ടാകരുതെന്നും, പ്രത്യേകിച്ച് അഭിയും അപ്പച്ചിയൊക്കെ ഉള്ള സമയത്ത് ഒന്നും പറയരുതെന്നും പറഞ്ഞു. ഇതിൻ്റെയൊക്കെ പിന്നിൽ അഭിക്ക് നല്ല പങ്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്ന് ആദർശ് ദേവയാനിയോട് പറയുമ്പോൾ, ഇനിയിപ്പോൾ പഴയതുപോലെ അവനെ അവൻ്റെ അമ്മയുടെയും അടിമകളാക്കാനൊന്നും പറ്റത്തില്ലെന്നുള്ള കാര്യം ദേവയാനി പറയാം. ഇപ്പോഴും രണ്ടെണ്ണം എൻ്റെ മുന്നിൽ അനുസരണയോടെയൊക്കെ നിൽക്കുന്നത്. എങ്കിലും നവ്യ ഇപ്പോൾ മോളുടെ അമ്മ പറഞ്ഞതൊന്നും വിശ്വസിക്കാത്ത സ്ഥിതിക്ക് പഴയതുപോലെ രണ്ടെണ്ണെയും തളയ്ക്കാനൊന്നും പറ്റത്തില്ലെന്നും പറഞ്ഞ് ദേവയാനി പറഞ്ഞു. ഞാനതിന് ശ്രമിക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. പിന്നെ മോള് പറഞ്ഞത് ഞാൻ അച്ഛനോട് പറഞ്ഞു നോക്കാമെന്ന് പറയാം. പരമാവധി അച്ഛനെ അവിടെ എത്തിക്കാനും നോക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചു. അപ്പം ഞങ്ങൾ വേണമെങ്കിൽ മുത്തശ്ശനെ വിളിക്കാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട മോളെ, ഈ സമയത്തും കാലത്ത് എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്താൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോള് ആരോഗ്യം നല്ലതുപോലെ നോക്കണമെന്നും ദേവയാനി പറയുവാണ്. അപ്പം ഞാൻ പോട്ടെ മോളെ എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമായിട്ടോ. അപ്പം നയനയാണെങ്കിൽ ആദർശനോട് അത് മുത്തശ്ശൻ വരുമായിരിക്കും അല്ലേ ആദർശേട്ടാ, അപ്പോൾ അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ, അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന്. പിന്നെ നിന്നെ ഓർത്തിട്ട് വന്നാലായി, അത്രയും കരുതാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇവർ. ആ സമയത്ത് മുത്തശ്ശൻ അവിടെ ഇരിക്കുന്നു. മുത്തശ്ശിയും ദേവയാനിയും അതുപോലെ ജയനും കൂടി മുത്തശ്ശൻ്റെ അരികിലേക്ക് വരുവാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടി വന്ന സമയത്ത് അതെ ഇവർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞെന്ന് പറയും. മുത്തശ്ശി ഒരു ഇത് പറയാം. അപ്പോൾ എൻ്റെ മോനും മരുമോളുവാ, ഇവർക്ക് എന്തെങ്കിലും എന്നോട് പറയാൻ തൻ്റെ ശുപാർശയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ചില കാര്യങ്ങൾ പറയാൻ പണ്ടും മക്കളും മരുമക്കളും കൂട്ടുപിടിക്കുന്നത് എന്നെ തന്നെയാണല്ലോ എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. ജയൻ്റെയും അജയൻ്റെയും കുട്ടിക്കാലത്ത് ഒരു കാര്യവും ഇദ്ദേഹത്തോട് നേരിട്ട് ഇവർ പറയുമായിരുന്നില്ലല്ലോ. എല്ലാത്തിനും ഞാനായിരുന്നല്ലോ ഇടനിലക്കാരി എന്നൊക്കെ പറയുമ്പോൾ തലയെടുപ്പുള്ള കാരണവന്മാരുള്ള എല്ലാ വീട്ടിലും അങ്ങനെ ആയിരുന്നല്ലോ പതിവ്. അങ്ങനെ ആയിരുന്നു നമ്മുടെ മലയാളികളുടെ വീടുകളിലെ ഒരു സിസ്റ്റവും. വീട്ടിലെ കാരണവന്മാരോട് നേരിട്ട് കാര്യം പറയാൻ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഒരു പേടിയായിരുന്നു ഒരു പ്രായം വരെ. ഇപ്പോഴാണ് അതൊക്കെ മാറിയത്. ഇപ്പോൾ അച്ഛൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുകയും ഇടയ്ക്ക് അച്ഛൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കുകയും ചെയ്യുന്നതൊക്കെ ഇന്നത്തെ കാലത്തെ മക്കളുടെ. അതിനിപ്പോൾ പഴംപുരാണമൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞേക്ക് പിള്ളേരെ എന്ന് മുത്തശ്ശി പറഞ്ഞു. അത് പിന്നെ അച്ഛാ, നയനമോൾക്ക് ഒരു നിർബന്ധം, അച്ഛൻ മോളുടെ 3-ാം മാസ ചടങ്ങിൽ പങ്കെടുക്കണമെന്നുള്ളത്. അത് കേട്ടപ്പോൾ മുത്തശ്ശന് ഇവരിങ്ങനെ തുറച്ച് നോക്കി. ഞാൻ പങ്കെടുക്കില്ലെന്ന് നിനക്കറിയാലോ, പിന്നെ എന്തിനാ നീ അതും കേട്ടിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നതെന്ന് മുത്തശ്ശൻ എന്തായാലും ചോദിച്ചു. അപ്പോൾ അതല്ല അച്ഛാ, ആദർശനോടുള്ള ദേഷ്യം നയനമോളോട് കാണിക്കേണ്ട കാര്യമുണ്ടോ അച്ഛാന്ന് ചോദിക്കുമ്പോൾ, പുരാണങ്ങളെ കൂട്ടുപിടിച്ച് എൻ്റെ കാര്യത്തിൽ നിന്ന് സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോയവളാണ് നിൻ്റെ മരുമകൾ, അങ്ങനെയുള്ളവളുടെ പിന്നാലെ ഇനി ഞാൻ പോകത്തില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തുകൂടെ അച്ഛാന്ന് ചോദിച്ച് ജയനോട് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അതിനെന്നെ കിട്ടത്തുമില്ലാന്ന്. പിന്നെ ഈ വീട്ടിൽ നിന്ന് ആരും പോകുന്നത് ഞാൻ എതിർക്കുന്നില്ലല്ലോ, ഉണ്ടോ? എന്നെ നിർബന്ധിക്കരുത്, ഇയാളോട് പോലും പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നിപ്പോൾ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. മുത്തശ്ശി നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ കിഴവൻ അതിൽ പങ്കെടുത്തില്ല എന്ന് കരുതി ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ എന്ന് ചോദിക്കാട്ടോ. മുത്തശ്ശി നേരം ഇങ്ങനെ തലകുനിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ മോളോട് എന്താ വെച്ചാൽ പറയേണ്ടത് ദേവയാനി ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞെന്ന് പറയണം, വരത്തില്ല എന്ന്. എന്താ കുഴപ്പം, പറയാൻ പാടില്ലേന്ന് ചോദിച്ചു. അത് കനകയും ഗോവിന്ദനും നന്ദും എല്ലാം നേരത്തെ വരുവേ, അപ്പം നീയും നേരത്തെ പോകണം. കനകയും ഗോവിന്ദനും നയനയുടെ അച്ഛനും അമ്മയുമാണ്, നന്ദു അനിയത്തിയും. അതുപോലെ അച്ഛൻ മോളുടെ മുത്തശ്ശനല്ലേ. അപ്പം നിനക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവില്ലേ ദേവയാനി എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു. ഞാനിനി എന്താ ഭാഷ മാറ്റണമെന്നും ചോദിച്ചു. മുത്തശ്ശി അന്നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഒന്നും വേണ്ടച്ചാ ദേവേനി വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങ് പോയി. അപ്പോൾ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, ഒരു 100 പടം പിടിക്കാനുള്ള കാശ് കാണും, എന്നാൽ പിന്നെ ഒരു സിനിമ അങ്ങ് പിടിച്ചുകൂടെ എന്ന് മുത്തശ്ശനോട് മുത്തശ്ശി ഇവർ പോയി കഴിഞ്ഞപ്പോൾ ചോദിക്കാം. എന്തിന്? അല്ല അത്ര നല്ല അഭിനയമാണ് അതുകൊണ്ട്. അപ്പം മുത്തശ്ശനൊന്ന് ചിരിച്ചു. എടോ, നമ്മളൊരു കാര്യം പറയുമ്പം അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, ഒരിക്കലും 2 തട്ടിലാവരുത് നമ്മുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ കള്ളത്തരം പെട്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞപ്പം പറഞ്ഞത് കേട്ടില്ലേ, മുത്തശ്ശൻ ചെല്ലാത്തത് നയനമോൾക്ക് ഭയങ്കര വിഷമമാണെന്ന്. അപ്പോൾ മുത്തശ്ശൻ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാത്തതിന് അതിനേക്കാളും വിഷമമില്ലേ എനിക്കെന്ന് ചോദിച്ചു.
അപ്പം മുത്തശ്ശി അന്തം വിട്ട് നിൽക്കുക. വലിയ സങ്കടം തന്നെയാണ്. എങ്കിലും ആദർശിനും നയനമോളെയും കൂട്ടി മടങ്ങി വരുന്നത് വരെ ഇങ്ങനെയൊക്കെ തന്നെ പോയേ പറ്റുമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. സമയത്ത് മുത്തശ്ശിക്ക് അത് ഭയങ്കര വിഷമായി. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യം സംസാരിച്ചിട്ട് അങ്ങ് പോയത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ മുത്തശ്ശനാണെങ്കിൽ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞാണ്. ഇതുവരെ കാര്യങ്ങളെല്ലാം ആദർശിൻ്റെ ആ ഒരു വരുതിയിൽ തന്നെയാണെന്നും ഇനിയും അത് അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ നമ്മളിങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്നുള്ള കാര്യവും പറയുക. ജ്വല്ലറി ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന കാര്യമൊക്കെ പറഞ്ഞു. നമ്മുടെ കുടുംബവും നമ്മുടെ ജ്വല്ലറിയും എല്ലാം രക്ഷപ്പെടുന്നത് വരെ ഈ ഒരു സത്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് മുത്തശ്ശൻ പറയുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ മുത്തശ്ശന് കരച്ചിൽ വന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ നയനമോള് നേരം പുലരുന്നതിന് മുന്നേ ഈ തറവാടിൻ്റെ മുറ്റത്ത് കോലം വരയ്ക്കുന്ന കൊച്ചാണെന്നും അപ്പോൾ മുത്തശ്ശി കരയെ അതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിൻ്റെ ഉള്ളിലുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അവളെ ചെറുതായിട്ടൊന്ന് നിരാശപ്പെടുത്തിയതിലും അവളുടെ ചടങ്ങിൽ പങ്കെടുക്കാത്തതിലും അവളെക്കാളും വേദനയുണ്ട് എനിക്ക്. അപ്പോൾ പിന്നെ ചെറുതായിട്ടെങ്കിലും കണ്ണൊക്കെ നിറയില്ലേന്നും ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയോട് പറയാം. മുത്തശ്ശിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ സഹിക്കുന്നില്ല. മുത്തശ്ശി നിന്നിങ്ങനെ കരയുന്നു. എന്തായാലും ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന ഗോവിന്ദേട്ടൻ്റെ അരികിലേക്ക് കനക വന്നു. അപ്പോഴേക്കും നന്ദു പുറത്തു പോയിട്ട് കയറി വരുന്നു. അപ്പോൾ മോളിതേ വന്നല്ലോ, സ്വർണത്തിനൊക്കെ ഇപ്പോൾ എന്തൊരു വിലയാ, അതൊക്കെ അന്വേഷിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു വളയായിട്ട് കൂടി പണിക്കൂലിയും GST എല്ലാം കൂടി ചേർത്ത് ബില്ല് വന്നപ്പോൾ കണ്ണുള്ളിപ്പോയെന്ന് നന്ദു കനകത്തോട് പറയാം. എന്ത് പവനുണ്ട് മോളേന്ന് ചോദിച്ചു. അപ്പോൾ 2 പവനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കനക അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നു. വള കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള വളയാണെന്നും പറഞ്ഞു. ഗോവിന്ദേട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഈ വള വാങ്ങാൻ പോകുന്ന വിവരം ഞാൻ ആരെയും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ പേരിൽ ഇനി സൗജന്യമൊന്നും വേണ്ടാന്ന് വെച്ചു എന്ന് പറയുകയാണ് നമ്മുടെ നന്ദു. അത് കേട്ടപ്പം അല്ലെങ്കിലും പരിചയം വെച്ചിട്ടും ബന്ധം വെച്ചിട്ടും അവിടുന്ന് സൗജന്യമൊന്നും കിട്ടത്തില്ല. സ്വന്തം വീട്ടുകാർ പോയപ്പോലും സ്വർണത്തിന് അവർ പറയുന്ന വില കൊടുക്കണമെന്ന കാര്യം കനക പറയാം. അപ്പോൾ അത് നീ പറഞ്ഞത് ശരിയാ കനകെ, പണിക്കൂലിയിലൊന്നും അവർ ഇളവ് ചെയ്യത്തില്ല. എന്ന് വെച്ചാലേ അവിടുത്തെ സ്വർണം എവിടെ കൊടുത്താലും ആ സമയത്തുള്ള വില കിട്ടുക തന്നെ ചെയ്യും, ഒന്നും കുറയാനും പോകുന്നില്ല എന്നൊക്കെ പറയുമ്പം അതുകൊണ്ട് തന്നെ വെച്ചാൽ അവിടുന്ന് വാങ്ങിയത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു SI ആയതുകൊണ്ട് ഏത് ജ്വല്ലറിയിൽ ചെന്നാലും പണിക്കൂലിയിലൊക്കെ നല്ല കുറവ് ചെയ്തു തരും. അത് വേണ്ടാന്ന് കരുതി കൊടുക്കുമ്പം നല്ലത് തന്നെ കൊടുക്കണമല്ലോ എന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ ജ്വല്ലറിയെ പറ്റിയാണ് പറയുന്നത്. അമ്മേ ബില്ലൊന്നും അമ്മ നോക്കണ്ട, നോക്കിയാലേ അറ്റാക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ ഉയ്യോ ഇതിപ്പോൾ നിനക്ക് ഇതുവരെ കിട്ടിയ ശമ്പളം തീർന്നു കാണുമല്ലോ മോളെ എന്ന് കനക. എന്നാലും കുഴപ്പമൊന്നും ഇല്ലെന്നേ, നയനേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ അമ്മയെന്ന് നന്ദു അന്നേരം പറഞ്ഞു. അത് ഇവർക്ക് ഭയങ്കര സന്തോഷം. ഇത് കണ്ടിട്ട് അവൾ നമ്മളെ വഴക്കങ്ങാനും പറയുമോ? അപ്പോൾ അതൊന്നും സാരമില്ല അച്ഛാ, ഇവിടെ എന്തെങ്കിലും ഒരു വിശേഷം വന്നാലേ ചേച്ചി നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് തരാൻ പൈസ നോക്കാറില്ലല്ലോ. അപ്പോൾ പിന്നെ തിരിച്ചും നമ്മൾ അത് തന്നെ ചെയ്യണ്ടേന്ന് ചോദിച്ചു. ഇതവൾക്ക് പാകമായിരിക്കുമല്ലോ അല്ലേ? അതിപ്പോൾ എൻ്റെ കൈയുടെ ചേച്ചിയും ഒക്കെ ഒരേ സൈസാ, അതുകൊണ്ട് കറക്റ്റ് ആയിരിക്കുമെന്ന് നന്ദു അന്നേരം പറഞ്ഞു. അവൾ അങ്ങനെ സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ലല്ലോ. അപ്പോൾ അത് പിന്നെ എനിക്കുണ്ടോ? ഇതൊക്കെ ഒരു സന്തോഷത്തിന് കൊടുക്കുന്നതല്ലേ അമ്മേ, നമ്മൾ ഇത്രയെങ്കിലും കൊടുത്തില്ലെങ്കിലേ അവിടെ ചെല്ലുമ്പോൾ നാണക്കേടാണെന്നും നന്ദു അന്നേരം പറഞ്ഞു. എന്ന് വെച്ചാൽ അനന്തപുരിയിൽ എല്ലാവരും ചേച്ചിക്ക് കൊടുക്കാനേ സ്വർണം കൊണ്ടായിരിക്കും വരുന്നത്. അതൊക്കെ നല്ല തൂക്കമുള്ളതും ആയിരിക്കുമെന്നും ആ നേരത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ഇതെങ്കിലും കൊടുക്കണ്ടേന്നും ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് മോള് പറഞ്ഞത് ശരിയാ, അതൊക്കെ എടുത്ത് അലമാരിയിൽ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് കനകയെ പറഞ്ഞു വിട്ടു. അപ്പോൾ നമ്മുടെ നന്ദു അന്നേരം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കും. ഇപ്പം നീ ഇത് കൊടുക്കുന്നെന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ, ഇതിൻ്റെയൊക്കെ ഇരട്ടിയായിട്ട് നയനമോള് നിനക്ക് തന്നെ തിരിച്ചു തരും എന്ന് അച്ഛൻ നന്ദുവിനോട് പറഞ്ഞു. അത് നിൻ്റെ കല്യാണത്തിനായിരിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ അത് കല്യാണം ഉണ്ടെങ്കിലല്ലേ അച്ഛാ, അതൊന്നും അടുത്തൊന്നും നടക്കാൻ പോണില്ല, അതിനെപ്പറ്റി മാത്രം ആരും ചിന്തിക്കാൻ വേണ്ട എന്ന് പറഞ്ഞു നന്ദു അവിടെ നിന്ന് പോയി. ഗോവിന്ദേട്ടൻ അങ്ങനെ മോളെ നോക്കി അവിടെ ഇരിക്കുക. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ദേവേനെ പിന്നെയും മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അച്ഛൻ പോകാത്തതിന് പരിഭവമായിട്ട് നയനമോൾ ഈ വീടിന് വേണ്ടി ജീവിച്ച ആളല്ലേ അച്ഛാ, അതുകൊണ്ട് മോളുടെ ചടങ്ങിന് മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം തന്നെ എന്നെക്കൊണ്ട് ഒരുപാട് തവണ പറയിപ്പിക്കരുത്, അത് ബോറാണെന്ന് മുത്തശ്ശൻ അന്നേരം ദേവയാനിയോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ നിനക്ക് വേറെ പണിയില്ലേ ദേവയാനി, ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാം, പിന്നെ എന്തിനാ വെറുതെ നടക്കാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വന്ന് ചോദിക്കുന്ന ദേവയാനിയോട് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് കയറി വരുന്നു. നവ്യ ഇവരെ ആരെയും മൈൻഡ് പോലും ചെയ്യുന്നില്ല, മുഖമൊക്കെ വലിഞ്ഞേറിയാണ് കയറി വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പം നവ്യ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ദേവയാനി നവ്യയെ വിളിച്ചു. ആ സമയത്ത് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല, പിന്നെ വിളിച്ചതാണല്ലോ എന്നോർത്ത് അങ്ങോട്ടേക്ക് വരുക. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ഒന്ന് നോക്കി.
മറ്റന്നാൾ നിൻ്റെ അനിയത്തിയുടെ 3-ാം മാസ ചടങ്ങാണെന്നും നീ അതിന് വരുന്നില്ലേ എന്നും ദേവയാനി ചോദിക്കുമ്പം ഞാനെന്തിനാ വരുന്നത്? ഈ വീട്ടിലുള്ളവരെല്ലാം എൻ്റെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലല്ലേ എന്ന് നവ്യ ചോദിച്ചു. അവളും അങ്ങനെ തന്നെയാണെന്നും. പിന്നെ അവിടെ വേറൊരാളുണ്ടല്ലോ, അമ്മയുടെ മോൻ. അയാൾ ചെയ്ത തെറ്റാണ് എൻ്റെ അബിയുടെ തലയിൽ വന്ന് വീണതെന്ന് നവ്യ പറയാം. അങ്ങനെയുള്ള ആളെ കാണാനായിട്ടേ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് നവ്യ പറഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. മുത്തശ്ശൻ അറിഞ്ഞില്ലല്ലോ കാര്യങ്ങളൊന്നും. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ടേ ഒരു റൗണ്ട് അടി കൂടിയിട്ടാണ് വരുന്നതെന്ന് നവ്യ അന്നേരം പറഞ്ഞു. ഇവരന്നേരം ഇങ്ങനെ നോക്കുക. അവിടെ ഒരുത്തി ഉണ്ടല്ലോ, എൻ്റെ വീട്ടിലൊരു പോലീസ് ഓഫീസർ. അവൾ ഇടിച്ചു കയറി ചെന്നു AN ജ്വല്ലറിയിലേക്ക്. അതിൻ്റെ MD ഡേവിഡ് സാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ നോക്കുക. ദേവയാനിയും മുത്തശ്ശിയും ഒക്കെ ഇങ്ങനെ നോക്കുവാണ്. അവൾക്കിത് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം മുത്തശ്ശന് കലി വരുന്നുണ്ടേ. അങ്ങേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലേ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടും. അബിക്ക് അവർ ഓഫർ ചെയ്ത ജോലി ഇനി തരിയേ ഇല്ല എന്നും പറഞ്ഞു. അങ്ങനെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഞങ്ങൾ കുത്തുപാള എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ നവ്യ നിന്ന് പറയുമ്പം നന്ദു എന്ന പോലീസ് ഓഫീസറെ പറ്റി എനിക്ക് നല്ല മതിപ്പാണെന്നും എന്തെങ്കിലും കാരണമില്ലാതെ അവൾ അങ്ങനെ AN ജ്വല്ലറിയുടെ MD അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞു മുത്തശ്ശൻ. അപ്പം ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശനോട് എനിക്ക് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു. മൂത്ത കൊച്ചുമകൻ്റെ അധികാരങ്ങളൊക്കെ എടുത്തു കളഞ്ഞപ്പോൾ മൂർത്തി മുത്തശ്ശനൊന്നും മിണ്ടുന്നില്ല. അയാൾ ഈ വീട് വിട്ടു പോയ ശേഷം അയാളെ കാണാൻ പോകാത്തതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ എൻ്റെ അബിയെ താറടിക്കാൻ മുത്തശ്ശൻ കൂട്ടുനിന്നു എന്ന് പറയാം, അതെനിക്ക് സഹിക്കാൻ പറ്റിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ വലിയ ന്യായങ്ങൾ പറഞ്ഞ് വലിയ ഭരിക്കാൻ ചെല്ലുവാണ്. അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്തൊക്കെ തെറ്റ് ചെയ്താലും മൂത്ത കൊച്ചുമോനെ മുത്തശ്ശൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്ന്. അത് കേട്ടപ്പം എൻ്റെ മനസ്സെടുത്ത് നിന്നെ കാണിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല മോളെ എന്ന് നവ്യയുടെ മുത്തശ്ശൻ പറയുക. പിന്നെ ഇവിടെ നന്ദുവിൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്, അതിൻ്റെ പേരിൽ അവളോട് കലഹിക്കാൻ പോയത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞു. അവൾ ഈ വീട്ടിൽ നിന്നല്ലേ എൻ്റെ അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് ചോദിക്കുക നവ്യ. പിന്നെ ഞാൻ അവളുടെ കാല് പിടിച്ച് പറഞ്ഞപ്പോഴും അവനെ വിട്ടുകളയാൻ കൂട്ടാക്കിയില്ലല്ലോ. പിന്നെ അതുമാത്രമല്ല, പോലീസ് ലോക്കപ്പിലിട്ട് അവനെ ഇടിച്ച് പരുവാക്കുകയും ചെയ്തില്ലേ അവളൊന്നും ചോദിച്ച് ഇവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാം. അന്ന് മുത്തശ്ശൻ പോലും അവനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലല്ലോ. തെറ്റ് ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും രക്ഷിക്കാൻ ശ്രമിക്കില്ല. കള്ളക്കടത്ത് സ്വർണ്ണമാണ് അവൻ മൂർത്തി ജ്വല്ലറിയുടെ ലേബലിൽ വിറ്റത്. അത് കമ്പനി ഫോം ചെയ്തതിന് ശേഷം ആദ്യത്തെ അനുഭവമാണെന്ന കാര്യം മുത്തശ്ശൻ നവ്യയോട് പറയുക കേട്ടോ. തെറ്റ് ചെയ്തവർക്കെല്ലാം അവർ അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ചന്തുമോളുടെ അച്ഛൻ മുത്തശ്ശൻ്റെ മൂത്ത കൊച്ചുമകനല്ല എൻ്റെ ഭർത്താവാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നവ്യ ചോദിച്ചപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് നിൻ്റെ അമ്മ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. അത് നിനക്ക് വിശ്വാസമല്ലാത്തത് ആരുടെയും കുഴപ്പമല്ലാന്നും അതേപ്പറ്റി ഇനി കൂടുതലൊന്നും ഇവിടെ സംസാരിക്കേണ്ടെന്ന് മുത്തശ്ശൻ പറയുമ്പം കൂടുതൽ സംസാരിക്കാനേ പറ്റത്തില്ല മുത്തശ്ശ. അങ്ങനെ സംസാരിച്ചാലേ അവൻ്റെ ഭാഗത്താണ് ന്യായം. അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി. അങ്ങനെ നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരന്തം വിട്ടിരിക്കാം. ഇവരുടെ ഇത്തരം സംസാരം കേൾക്കുമ്പോഴാണ് എല്ലാം തുറന്നു പറയാൻ തോന്നുന്നതെന്ന് പറഞ്ഞപ്പം തുറന്നു പറഞ്ഞല്ലോ, എന്നിട്ടും അവളത് വിശ്വസിച്ചില്ലല്ലോ. വിശ്വസിച്ചോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. വിശ്വസിപ്പിക്കണമെങ്കിലേ വിശ്വസിപ്പിക്കാനൊക്കെ പറ്റുമല്ലോ അച്ഛാന്ന് ദേവയാനി പറഞ്ഞു. അപ്പം അതിനൊന്നും മെനക്കെടാൻ നിൽക്കണ്ടെന്ന് മുത്തശ്ശൻ പറയണം. കനക നവ്യയോട് സത്യം പറഞ്ഞതിന് ശേഷം ഈ വീട്ടിലുണ്ടായ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിനക്കറിയാലോ ദേവയാനി, മറന്നിട്ടില്ലല്ലോ. അതുമാത്രമാണോ, നിന്റെ മരുമോള് പോലും ആ സമയത്ത് ഓവർ ടെൻഷനിലായിരുന്നു, നിനക്കറിയാമല്ലോ. ഇനി നമ്മളായിട്ട് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട എന്നും മുത്തശ്ശൻ പറയുവാണ്. അങ്ങനെ മുത്തശ്ശൻ അന്തിമ വിധി എഴുതുവാണ് നവ്യയുടെ അഹങ്കാരമൊക്കെ കണ്ടിട്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നവീൻ അനിയെ കാണാനായിട്ട് വരുവാണ്. നീ അറിഞ്ഞായിരുന്നോ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു. ഇല്ല അറിഞ്ഞില്ല. അപ്പോൾ നീ ഇന്ന് വീട്ടിലോട്ട് പോയില്ലേ എന്ന് ചോദിച്ചു. ഒരു ചുമടുഭാരം എൻ്റെ തലയിലേക്ക് എടുത്ത് വെച്ചിരിക്കല്ലേ, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും വീട്ടിലേക്ക് ഓടി ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നാൽ നീ വീട്ടിലോട്ട് ചെല്ല്, അവിടെ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു നവീൻ. എന്ത് ചർച്ച? എടാ ഇന്ന് ഞാൻ ഒരു മടിയും കൂടാതെ അവന്തികയോട് പറഞ്ഞു എൻ്റെ മനസ്സിലുള്ളതെല്ലാമെന്ന് പറയുമ്പോഴേക്കും അല്ല എന്ന് വെച്ചാൽ നീ നന്ദുവിൻ്റെ കാര്യം പറഞ്ഞോ എന്ന് ചോദിച്ചു. ഹേയ് അതൊക്കെ പറയാൻ പറ്റുമോടാ, അത് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. പക്ഷേ ഒരു കാര്യം ഞാൻ അവളോട് സൂചിപ്പിച്ചു, എൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന്. അവളെ അല്ലാതെ മറ്റാരെയും ഞാൻ കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ടെന്ന കാര്യവും പറയുമ്പം അത് നീ ഇടിപിടിയെന്ന് അങ്ങനെ കയറി പറയണ്ടായിരുന്നു. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാലേ അത് വലിയ അപകടമാടാ. പെൺകുട്ടികൾക്ക് അമിത പ്രതീക്ഷയൊന്നും നമ്മളായിട്ട് കൊടുക്കാൻ പാടില്ല. ഇവിടെ ഞാൻ നിരപരാധിയാണ്,
പക്ഷേ എൻ്റെ അമ്മയും മുത്തശ്ശനും കൂടെ നിൻ്റെ വീട്ടിലോട്ട് വന്നാണ് കല്യാണം ആലോചിച്ചത്. അങ്ങനെ ഒരു തെറ്റ് എൻ്റെ വീട്ടുകാർ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് അവന്തിക എന്നെ സ്വപ്നം കണ്ട് നടക്കുമായിരുന്നു എന്ന് പറയുമ്പം, എടാ അത് ശരിയാടാ, അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാടാ എന്നൊക്കെ പറഞ്ഞു അനി. പക്ഷേ എനിക്ക് അവളെ ഇഷ്ടം, നന്ദുവിനെ. ഇവളെ എനിക്കിഷ്ടമല്ല എന്ന് നവീൻ എനിക്ക് കലി വരാൻ തുടങ്ങി. അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പെൺകുട്ടിയെ എനിക്ക് വേദനിപ്പിക്കേണ്ടി വന്നുവെന്നും ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അവൾ ആകെ വിഷമിച്ച് പോയടാന്നും പറയുക. പിന്നെ ഒരുമാതിരി അവളെ സമാധാനിപ്പിച്ച് ഞാൻ വിടുമായിരുന്നു എന്നൊക്കെ നവീൻ അനിയോട് പറഞ്ഞപ്പോൾ, അപ്പോൾ എൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുത്തശ്ശൻ നിൻ്റെ മുത്തശ്ശനെ വിളിച്ച് കാണുമല്ലോ, അപ്പോൾ വിളിച്ചടാ. വീട്ടിലൊരു റൗണ്ട് വഴക്ക് നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്നും നവീൻ പറയാം. ഇനി ഒരു കാരണവശാലും എനിക്കിതിൻ്റെ പേരിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകാൻ പാടില്ല. നീ പെൺകുട്ടിയുടെ പേരൊന്നും പറയണ്ട, പക്ഷെ എനിക്ക് ആരോ ഇഷ്ടമുണ്ടെന്ന് നീ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലടാ, അത് പിന്നെ നേരത്തെ പറയാത്തത് എന്താണെന്ന് അവർക്ക് ചോദിക്കത്തില്ലേടാന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നീയും ഇപ്പോഴും അറിഞ്ഞതെന്ന് പറഞ്ഞാൽ മതി. പിന്നെ പറ്റുവാണെങ്കിൽ നീ പെൺകുട്ടിയുടെ പേരും പറഞ്ഞോളാൻ പറഞ്ഞു. ആരുടെ? നന്ദുവിൻ്റെ പേരോ? അങ്ങനെയെങ്കിലും ആലോചന മുറുകുന്നെങ്കിലും ഒന്ന് മുറുകട്ടെടാ എന്നും പറഞ്ഞു നവീനെ. എടാ അന്നത്തെ ആ കേസിന് ശേഷമേ നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാടാ, അവർ ചിലപ്പോൾ ഈ ബന്ധത്തിന് കൂട്ട് നിൽക്കാനും ഉണ്ടടാ എന്നൊക്കെ പറയുമ്പം, എനിക്കങ്ങനെ തോന്നുന്നില്ലടാ. അവന്തിക വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വീണ്ടും വേദനിപ്പിക്കാൻ അവരാരും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ നന്ദുവിൻ്റെ ഒരു മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ പ്രേമത്തിനൊരു സുഖമൊക്കെ ഉണ്ടടാ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നവീൻ പറയാം. പിന്നെ നന്ദുവും അതുപോലെ താനുമായിട്ടുള്ള വിവാഹത്തെപ്പറ്റിയൊക്കെ അനിയോട് പറയാം. എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ? അനി അവിടെ നിന്ന് ഓടുവാണ്. നന്ദുവായിട്ടുള്ള നിൻ്റെ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കതേ നിന്നോട് പറയാനുള്ളത്. ഇത് കാണിച്ച് എടുത്തിയായിട്ടോ ആയിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് അങ്ങ് പോകണം. പിന്നെ കാണിക്കുന്നത് നാഗേന്ദ്രനും അവന്തികയും കൂടെ ഇരുന്ന് സംസാരിക്കുക. അപ്പം മകൾക്ക് ഭയങ്കര സങ്കടം. മോളെ എന്നും പറഞ്ഞ് അച്ഛൻ വിളിക്കുന്നു. മോൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, നിരാശയും വേണ്ട. മോൾക്ക് പറ്റിയൊരു പയ്യൻ മോളുടെ മുന്നിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പറ്റിയ ആളാണ് നരസിംഹൻ സാറിൻ്റെ കൊച്ചുമോനെന്നല്ലേ അച്ഛൻ നേരത്തെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനൊന്ന് ചിരിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ അവൻ ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് അവൻ നേരിട്ട് മോളോട് പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇനി അവൻ്റെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ മോളെന്ന് ചോദിക്കുമ്പം, അയാളെക്കാളും ഏത് നല്ല പയ്യനാണ് അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നതെന്ന് ഈ നാഗേന്ദ്രനോട് അവന്തിക ചോദിക്കുമ്പം നാഗേന്ദ്രൻ ചിരിച്ചു. ഞാൻ കണ്ടുവച്ചിരിക്കല്ല മോളെ, മോൾ എന്നും കാണുന്ന ഒരു പയ്യനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതാരാ അങ്ങനെ ഒരാൾ? അപ്പം അത് അവനിപ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ MD ആണെന്ന് പറഞ്ഞു. നിൻ്റെ ഇളയ അമ്മയുടെ മോൻ അനിരുദ്ധ്. അനിയേട്ടനോ? എന്താ നിനക്ക് അനി വിവാഹം കഴിച്ചുകൂടെയെന്ന് ചോദിച്ചു. അവനൊന്ന് കെട്ടി, അതിപ്പോൾ നിയമപരമായി ഒഴിയാൻ പോവല്ലേ. അങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സ്ഥാനത്തേക്ക് മോള് വരണമെന്ന് അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുക. അവന്തിക അന്തം വിട്ട് നോക്കുവാണ് അച്ഛൻ്റെ ബുദ്ധി കേട്ടിട്ട്. അപ്പോൾ ഞാൻ അനിയേട്ടനെ പറ്റി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല, അതിനുള്ള അവസരം എനിക്ക് അനിയേട്ടൻ തന്നിട്ടുമില്ല എന്ന് അവന്തിക പറയുമ്പം, എന്നാൽ ഇനി മുതൽ നീ അങ്ങനെ ചിന്തിക്കണമെന്ന് പറയുവാണ് അച്ഛൻ. അനി നല്ല പയ്യനാണ്, അത് നിനക്കറിയാവല്ലോ. അതുകൊണ്ട് അനിയെ നീ കല്യാണം കഴിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന കാര്യം ഇയാൾ പറയുക. പിന്നെ അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ AN ജ്വല്ലറി മൂർത്തി ജ്വല്ലറിയും തമ്മിൽ ഒന്നിക്കുമെന്ന കാര്യവും പറയണം. അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ആ സമയത്ത് മൂർത്തിമാരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അവിടുന്ന് തെറിക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട്? അനിയെ നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം മോളെ എന്നും പറഞ്ഞ് നാഗേന്ദ്രൻ അവന്തികയ്ക്ക് ഓതി കൊടുക്കുക. ഇത് ഓടിപ്പോയി നീ ആരോടും പറയണമെന്ന് ഞാൻ പറയില്ല. അവനെ പ്രണയിക്കണം, അതുപോലെ അവനെ സ്വാധീനിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇങ്ങനൊരു കാര്യം നിന്നിലേക്ക് വന്നത് ഇപ്പം നിൻ്റെ ഭാഗ്യമാണെന്ന് നീ കരുതിയാൽ മതി. അവനേക്കാളും എന്തുകൊണ്ട് യോഗ്യനാണ് അനിയെന്നും പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കും. മകൾ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇനി അനിയെ പ്രേമിക്കാൻ പോവാണ് അവന്തിക. എന്നിട്ട് ഒരു ചിരിയും ചിരിച്ച് അവന്തിക ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും എനിക്കിരിക്കെ പുറതെയില്ല, നല്ല രസമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരും മിസ് ചെയ്യില്ല എന്നുള്ള പ്രതീക്ഷയോടെ നിർത്താം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.